അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടോണ്ടത് ഒരു കൊമ്പനാനനെ അതേ ഇവിടെ കിട്ടിയേക്കാണ് നമുക്കിത് ഒരു കാട്ടുമോയിൽ ഇതേ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വിടുന്നതാ പോയി. ഇപ്പൊ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഫോഗ് വന്നേക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ദേവസ്വം ഗസ്റ്റ് ഹൗസ്. ഇവിടെ നമുക്ക് സിംഗിൾ റൂമിന് 200 രൂപ തൊട്ട് ചാർജ് ഉള്ളൂ കേട്ടോ. ഡബിൾ റൂമിന് 400 പെർ ഡേ. അപ്പോൾ ആ ഒരു ചങ്ങല മരത്തിലുള്ള ആ ഒരു ചങ്ങലയാണ് ആ തൂങ്ങിക്കിടക്കുന്നത്. നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങാണ്. യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും മസനഗുഡി വഴി ഊട്ടിക്കാണെന്ന്. പക്ഷെ മസനഗുഡി വഴി ഊട്ടിക്കെന്നല്ല, നമ്മളൊന്ന് വയനാട് പോവാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, ഇന്നിപ്പോൾ 19-ാം തീയതിയാണ് ജനുവരി. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അച്ഛൻ്റെ നമ്മുടെ ആനിവേഴ്സറിയാണ്. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അച്ഛൻ്റെ നമ്മുടെ ആനിവേഴ്സറിക്ക് നമ്മൾ ട്രിപ്പ് പോകാറാണ് പതിവ്, മെമ്മറബിൾ ആക്കാൻ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആ വയനാട് സൈഡൊക്കെ ഒന്ന് കറങ്ങി വരാൻ വിചാരിച്ചു. അപ്പോൾ അതെ ഇറങ്ങാൻ നിൽക്കാണ്. സമയം ഇപ്പോൾ 8 മണിയായി. നമുക്ക് പോയാലോ? എന്താ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ? അപ്പോൾ അതെ നമുക്കിത് 3 ലഗേജ് ആണുള്ളത്. നമ്മുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യണില്ലേ? നന്ദിക്കരയിൽ നിന്ന് പ്രശോഭേട്ടൻ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് പോയാലോ? പോവാ. ഇപ്പോൾ സമയം 8:10 കഴിഞ്ഞു. നമ്മളിത് ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന് കാക്കനാട് നിന്ന്. അപ്പോൾ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിക്കര പോയി പ്രശോഭേട്ടനെ പിക്ക് ചെയ്യണം. അപ്പം നമ്മളിത് ആലുവ എത്തിയേക്കാണ്. ഇത് ക്ലച്ച് താങ്ങി ഇങ്ങനെ ബോർഡൊക്കത്തെ ബ്ലോക്കാട്ടോ. ഒന്ന് വെള്ളിയാഴ്ചയും കൂടിയല്ലേ ഈ ഒരു സമയം, അതുകൊണ്ടുള്ളൊരു തിരക്കാണ്. അപ്പം അതേ നമ്മളൊരു 9:45 നമ്മളേക്കും ഇവിടെ എത്തി നന്ദിക്കര. ഈ വണ്ടിയിൽ നമ്മൾ പോണത് പ്രശോഭേട്ടൻ്റെ നിസാൻ മൈക്ര. അപ്പം നമ്മുടെ വണ്ടിയിൽ നിന്ന് ലഗേജൊക്കെ അതിലേക്ക് കയറ്റി ഫുൾ കാലിയാക്കി. ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മൾ അതിലാണ് പോവുക. സമയം ഇപ്പം ഏതാണ്ട് 11 മണിയാവാറായി, 10:54. ഈ ചങ്ങയാണൊക്കെ വൈകിപ്പിച്ചത്. അപ്പോൾ അതെ ഞാനാണ് ഡ്രൈവർ സീറ്റിൽ ഇറങ്ങാൻ പോവാണ്. അതായത് പ്രശോഭേൻ്റെ അമ്മയാണ്. അപ്പം അമ്മായി പോയി വരാം. അപ്പുറത്ത് പ്രശോഭേൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ നമ്മളിത് തൃശ്ശൂരൊക്കെ കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേറൂര് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഞാൻ താമസിച്ചേർന്ന തൃശ്ശൂർ ഇവിടെ ആയിരുന്നല്ലോ കുറേ കാലം, 9 വർഷത്തോളം. അപ്പോൾ ഇപ്പോൾ ആ താമസിച്ചേർന്ന ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഏരിയ കൂടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വഴി എടുത്തത്, ചേറൂര് വഴി. ഇപ്പോൾ നമ്മൾ പള്ളിമൂല പറഞ്ഞ സ്ഥലത്തല്ലേ നമ്മുടെ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ, ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത് ഏതൊക്കെയാ ഇഷ്ടം, അതുപോലെ നമ്മുടെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ക്വീനൊക്കെ ഷൂട്ട് ചെയ്ത കോളേജാണ്. അപ്പോൾ ആ ഒരു ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഞങ്ങളുടെ ആ ഒരു ക്വാർട്ടേഴ്സിലേക്ക്. അപ്പോൾ ആ ഒരു വഴിയൊക്കെ പോയി ഒന്ന് ഓർമ്മകളായി അവർക്കട്ടെ. ഞാനും അച്ഛനും അമ്മയും പ്രശോഭേട്ടനും ഞങ്ങൾക്കൊക്കെ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് തൃശ്ശൂർ. നല്ല പോലെ പറഞ്ഞാൽ നല്ല പോലെ. രാത്രിയാണ്, കടകളും കാര്യങ്ങളൊക്കെ അടവാണ്. നമ്മുടെ സ്വന്തം സഹദേവന്റെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റൊക്കെയാണത്. അപ്പോൾ ആ ഓരോ ഓർമ്മകളൊക്കെ അവർക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇനി പെരിന്തൽമണ്ണ, അവിടുന്ന് നമ്മൾ മഞ്ചേരി, മുക്കം ആ ഒരു റൂട്ടിലാണ് താമരശ്ശേരിക്ക് ചെന്ന് കയറുന്നത്. അപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് പട്ടാമ്പി, കൊപ്പം ആ വഴിയാണ്. കാരണം വളാഞ്ചേരിയിൽ നിന്ന് തിരിഞ്ഞു പോണ വഴിയൊക്കെ നല്ല കുണ്ടും കുഴി. അപ്പോൾ തമ്മിൽ ഭേദം കൊപ്പം ആ ഒരു വഴിയാണ്. കൊപ്പത്തുനിന്ന് പട്ടാമ്പി കൊപ്പം വഴി പെരിന്തൽമണ്ണയ്ക്ക് പോകുന്നത്. കുറച്ച് കുഴികളൊക്കെ ഉണ്ട്, എന്നാലും തമ്മിൽ ഭേദമാണ്. ആ ഒരു പട്ടാമ്പി കൊപ്പം സ്ട്രെച്ചൊക്കെ നല്ല റോഡാണ്. ആ ഒരു വഴിയാണ് പോണത്. അപ്പോൾ പട്ടാമ്പിക്ക് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടുന്ന് പോകുന്നത് കൊളപ്പുള്ളി വഴിയല്ല, പകരം ആറങ്ങോട്ടുകര വഴിയാണ്. നമ്മുടെ കുറാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വടക്കാഞ്ചേരിയൊക്കെ എത്തുന്നതിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ഈ ഒരു ആറങ്ങോട്ടുകര വഴി നമുക്ക് കൂറ്റനാടിൻ്റെ ഒരു കൂട്ടുപാത ഉണ്ട്, പട്ടാമ്പി കൂറ്റനാടിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കയറുന്നൊരു വഴിയാണ്. അപ്പോൾ ആ ഒരു വഴിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വഴിയാണ്. ഇടയ്ക്ക് കുറച്ച് ഭാഗമൊക്കെ റോഡ് പണിയായിട്ടൊക്കെ ഉള്ളൂ, കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. എന്നാലും ബാക്കിയൊക്കെ നല്ല റോഡാണ്. ഈ ഒരു സമയം കൊണ്ട് വലിയ ട്രാഫിക് ഉണ്ടാവില്ല. അത്യാവശ്യം ലോഡ് വണ്ടികളുടെ തിരക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെ ഞങ്ങൾ താമസിച്ച ക്വാർട്ടേഴ്സിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഓർമ്മകളൊക്കെ ആയി ഇറക്കി വണ്ടി ഓടിക്കട്ടെ. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞൊരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വെസ്പിൻ്റെ വെളി വന്നു. അപ്പോൾ ഇവിടെ ഒരു കടയിൽ നിർത്തി ഒരു ബൂസ്റ്റ് അടിച്ചു, ഒരു പപ്സും കഴിച്ചു. എന്താ ചെയ്യുക, അർദ്ധരാത്രി എനിക്ക് വിശപ്പ് വരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെ നമ്മൾ വീണ്ടും കാറിൻ്റെ അടുത്ത് എത്താറായി. വീണ്ടും ഞാൻ തന്നെയാണ് ഡ്രൈവിങ്. അപ്പോൾ എന്തായാലും പോവാം. അപ്പം നമ്മളങ്ങനെ പട്ടാമ്പി എത്തിയേക്കാണ്. സമയം ഇപ്പോൾ അതെ 12:36. അതെ പട്ടാമ്പി കൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മഞ്ചേരി കഴിഞ്ഞപ്പോൾ ഒന്ന് വണ്ടി സൈഡാക്കി ഡ്രൈവർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു കോമഡി കാണിച്ചാറേ. ഏതാ ഈ രൂപം? AC ഒക്കെ ഇട്ട് തണുത്ത് വരച്ചിരിക്കുകയാണ്. അപ്പൊ അതേ ഡ്രൈവർ ചേഞ്ച് ആയി, പ്രശോഭേട്ടൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ആ ഇറ്റിരിക്കണ നോക്കിയേ.
ഒരു തൊപ്പി, അതിന്റെ മുകളിൽ വേറെ തൊപ്പി, പിന്നെ ഒരു ജാക്കറ്റ് ഉണ്ട് ഹുഡീസ് ഉള്ളത്, അതിന്റെ മുകളിൽ ഒരു പുതപ്പ്. അച്ഛ ഉഷാറല്ലേ? അയ്യോ അമ്മേ, സഹിക്കാൻ പറ്റുന്നില്ല, വണ്ടിന്ന് ചവിട്ടി പുറത്തോട്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ മഞ്ചേരി കഴിഞ്ഞൊരു പമ്പിൽ കയറി ടോയ്ലറ്റ് യൂസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ കേരളത്തിലെ പമ്പുകളിലെ ടോയ്ലറ്റ്സും ഫെസിലിറ്റീസൊക്കെ നല്ല രീതിക്ക് ഡെവലപ്പായി വരുന്നുണ്ട്. കേരളത്തിന് പുറത്ത് എൻ്റെ രൂപത്തിൽ ഇപ്പോഴും ശോകമാണ്, എന്നാലും കേരളത്തിലെ ഒട്ടുമിക്ക പമ്പുകളിൽ ഇപ്പോൾ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സും ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഉണ്ടായിരുന്നു അമ്മ? ക്ലീൻ ആയിരുന്നില്ലേ? അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലീൻ ടോയ്ലറ്റ്സ് ആയിരുന്നില്ലേ? അത് പ്രത്യേകിച്ച് നമ്മൾ മോശം മാത്രം പറഞ്ഞാൽ പോരല്ലോ, നല്ലതുണ്ടോ നല്ലതും പറയണ്ടേ. അപ്പൊ മഞ്ചേരിന്ന് ഡ്രൈവർ ചേഞ്ചിന് ശേഷം ഞാൻ ഇപ്പുറത്തെ സൈഡ് കയറി ഇരുന്ന ഒരൊറ്റ ഉറക്കായിരുന്നു. പിന്നെ കണ്ണൂർക്കുന്ന പ്രസവപേട്ടൻ വിളിച്ചെണീപ്പിച്ച് ബൂസ്റ്റ് വേണോ ചായ വേണോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഹോർലിക്സ് അടിച്ചു. പിന്നെന്താ, ഞാനൊരു മറ്റേ സ്വീറ്റ് ബണ്ണില്ലേ, തേങ്ങാ ബണ്ണ്, അതൊരെണ്ണം കഴിച്ചു. വേറെ കടിയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കിട്ടണമെങ്കിൽ കഴിച്ചാൽ അപ്പൊ ആകെ കൂടിയുള്ള സാധനം അതാ കഴിച്ചത്. അപ്പൊ സമയം ഒരു 3:15 എന്താണ്. അപ്പോൾ 3:15 സമയത്ത് ആ വിശപ്പ് ഞാൻ അങ്ങനെ അടക്കി. ഇപ്പൊ നമ്മൾ അടിവാരം എത്തിയേക്കാട്ടോ. താമരശ്ശേരി ചുരം തുടങ്ങുന്ന ഒരു അടിവാരം ഭാഗം ഉണ്ടല്ലോ, അടിവാരം എത്തി. നമ്മളിപ്പോൾ ഇങ്ങനെ പതുക്കെ അങ്ങനെ കയറി തുടങ്ങി. മുമ്പിൽ ഇങ്ങനെ മുകളിൽ വണ്ടികളൊക്കെ പോകണ കാണാണ്ട്. ചുരത്തിൽ വലിയ തിരക്കൊന്നുമില്ല പ്രത്യക്ഷത്തിൽ. ഇപ്പോൾ വലിയ ലോഡ് വണ്ടികളുടെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ചുരം കയറി പോവാം. അപ്പം എന്തായാലും വയനാടിൻ്റെ നല്ല നല്ല കാഴ്ചകൾ തുടർന്ന് പ്രതീക്ഷിക്കുക. അപ്പം നമുക്ക് ചുരം കയറി വയനാട് പോവാം. അപ്പം നമ്മൾ ഈ ലോഡ് വണ്ടിയുടെ മൂട് പിടിച്ച് ഇങ്ങനെ പോവാണ്. ഈ ഒരു ലോറി പോയാൽ പിന്നെ ഒരു കാറും കൂടിയും പോയാൽ പിശിപൂശിയേ കയറിക്കോ. നമ്മളങ്ങനെ കയറി. ഇപ്പോൾ നമ്മുടെ മുന്നിൽ പെരിക്കല്ലൂർക്ക് പോകുന്നൊരു KSRTC കാണാം. സ്റ്റിക്കറിലത് കോട്ടയം, തൃശ്ശൂർ, നിലമ്പൂർ, ഗൂഡല്ലൂർ, മൈസൂർ, ബാംഗ്ലൂർ ഒക്കെ ഏരിയയാണ്. പക്ഷെ താഴെ ബോർഡിലത് പെരിക്കല്ലൂർ എന്നാണ്. അപ്പം നമ്മൾ ആ ഒരു ലക്കിടി വ്യൂ പോയിന്റിലെത്തി. നമ്മൾ വയനാട് ആ ഒരു കമാനൊക്കെ അല്ലേ, വെൽക്കം ടു വയനാട് എന്നൊക്കെ എഴുതി അതിൻ്റെ തൊട്ടുമ്പായിട്ട് താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചുരം കയറി വരുന്ന വണ്ടികൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയ പൊട്ടുപോലെ കാണാം. രാത്രി നേരമാണ്, അതുകൊണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും. എന്നാലും ഈ പൊട്ട് പോലെ കാണുന്നൊക്കെ ഓരോ വണ്ടികളാണ് ചുരം കയറി വരുന്നത്. അപ്പം അതേ ആ വെൽക്കം ടു വയനാട് കമാനം നമ്മൾ കണ്ടേക്കാണ്. വയനാട്ടിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ ഒരു കമാനം. അപ്പോൾ ആ ഒരു കമാനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നതാണ് ഈ ഒരു ചങ്ങല മരം. താഴെയായിട്ട് ആ ഒരു കരിന്തണ്ടൻ്റെ പ്രതിമയുണ്ട്. കരിന്തണ്ടനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. ഇങ്ങോട്ടുള്ള ആ ഒരു താമരശ്ശേരി ചുരം വഴി കാണിച്ചു കൊടുത്ത്, ബ്രിട്ടീഷുകാർക്ക് വഴി കാണിച്ചു കൊടുത്ത് ഇങ്ങോട്ടുള്ള വഴി വെട്ടിയത് ഈ കരിന്തണ്ടൻ്റെ സഹായത്തോടെയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ മൂപ്പരെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കരിന്തണ്ടൻ്റെ പ്രതിമയും ആ ഒരു ചങ്ങല മരമാണ്. ആ മരത്തിൽ നമുക്ക് എപ്പോഴും ചങ്ങലയൊക്കെ കാണാം തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ചങ്ങല മരത്തിലുള്ള ആ ഒരു ചങ്ങലയാണ് ആ കിടക്കുന്നത്, തൂങ്ങിക്കിടക്കുന്നത്. ഈ ചങ്ങലയിൽ എപ്പോഴും കരിന്തണ്ടൻ്റെ ആത്മാവ് കുടികൊള്ളണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കരിന്തണ്ടനെ കുറിച്ച് അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഡ്രൈവർ ചേഞ്ചാണ്. ഞാൻ എൻ്റെ ഡ്രൈവർ സീറ്റിൽ കയറട്ടെ. ഇത്രയും നേരം ചുരം കയറിയതിന്, ചുരം കയറ്റി തന്നതിന് നന്ദി മിസ്റ്റർ പ്രസവപേട്ടൻ. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വന്നൊരു ശബരി ആട്ടോ നമ്മുടെ മുന്നിൽ കിടന്ന് കളിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു കൽപ്പറ്റ ടൗണൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ മാനന്തവാടി തിരുനെല്ലി സൈഡിലേക്ക് തിരിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത കോട കേട്ടോ അവിടെ, എന്ത് രസമാണ് നോക്കി. വണ്ടിയുടെ ഫ്രണ്ടിൽ ആ ലൈറ്റൊക്കെ അടിക്കുന്ന കാണാം. വിസിബിലിറ്റി ഒക്കെ തീരെ കുറവ്, അടിപൊളി. അപ്പം നമ്മളങ്ങനെ ആ ഒരു മാനന്തവാടി ഭാഗത്ത് നിന്ന് തിരുനെല്ലി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ നിർത്തിയൊരു കാപ്പി കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഞാനൊരു ബ്രൂ കോഫിയും പറഞ്ഞു, ഒരു പഴംപൊരി എടുത്തടിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ കാട്ടിക്കുളത്ത് കണ്ടോ ഈ ഒരു പമ്പ്, ഇതാണ് തിരുനെല്ലി റൂട്ടിൽ പോകുമ്പോഴുള്ള ലാസ്റ്റ് പമ്പ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഈ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോവുക. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാട്ടിൽ കൂടെയൊക്കെ ആവും യാത്ര. അപ്പോൾ ആവശ്യത്തിനുള്ള പെട്രോളോ ഡീസലോ നിങ്ങൾ ഈ ഒരു പമ്പ് എന്തെങ്കിലും മിനിമം അടിക്കണം. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പമ്പ് അതേ ഇപ്പോൾ തുറക്കുന്നേ ഉള്ളൂ, 6 മണിയാവാറായി. ഇപ്പോൾ തുറക്കുന്നേ ഉള്ളൂ പമ്പ്. മൊത്തത്തിൽ നല്ല കോടയാണ്, സീൻ കോടയാണ് മൊത്തത്തിൽ, കണ്ടില്ലേ. കാട്ടിക്കുളത്ത് നിന്ന് നമ്മളപ്പോൾ തിരിഞ്ഞത് ആ ഒരു
വനാന്തരീക്ഷത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും കാടാണ്, നല്ല കോടുണ്ട്. നിങ്ങൾക്ക് ആ റോഡ് കണ്ടാൽ മനസ്സിലാവും. എന്തിനെങ്കിലൊക്കെ കാണുമെന്ന് ഇങ്ങനെ എല്ലാവരുടെ കണ്ണുകളും ആകാംക്ഷയോടെ ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു സൈറ്റിങ് കിട്ടുമോ, ആനയോ പുലിയോ കടുവയോ കരടിയോ എന്തെങ്കിലുമൊക്കെ, കാട്ടുപോത്തോ. അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനേലൊക്കെ കാണുമെന്ന്. കാണട്ടെ, എന്തിനേലൊക്കെ കാണട്ടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കൂട്ടം മാനുകളെ കിട്ടിയേക്കാണ്. ഇന്നത്തെ ഫസ്റ്റ് സൈറ്റിങ് എന്തായാലും നന്നായി. അയ്യടാ, കൊമ്പ് നോക്കിയവൻ്റെ കുറേ മാനുകളുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണ് തിരുനെല്ലി സൈഡിലേക്ക്. ഇതാണ് അപ്പക്കട കേട്ടോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടുന്ന് റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തോൽപ്പെട്ടി കുട്ട ആ റൂട്ടിലേക്ക് പോകാം, കർണാടകയ്ക്ക് കയറാൻ. നമ്മൾ ലെഫ്റ്റ് എടുത്ത് ടുവേർഡ്സ് തിരുനെല്ലിക്ക് പോവാണ്. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഫോഗ് വന്നേക്കാണ്. രക്ഷയില്ല, ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ല ലിറ്ററലി. നമ്മളിങ്ങനെ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോവുക. നമുക്കിത് ഒരു കാട്ടുമോയിൽ ഇതേ നമ്മുടെ വണ്ടി നമ്പർ വരുന്നത് പോയി പാവം. ഇപ്പം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് ഒരു കൊമ്പനാനെ അതേ ഇവിടെ കിട്ടിയേക്കാണ് നമുക്ക്. ചുള്ളനവിടെ നിന്ന് എന്തൊക്കെയോ പറിച്ച് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ നേരം പലർന്ന സമയത്ത് തന്നെ നമ്മൾ തിരുനെല്ലി എത്തിയേക്കാണ്. ഈ ഒരു കയറ്റം കയറിയാൽ തിരുനെല്ലി അമ്പലമായി. അപ്പോൾ ഗുഡ് മോർണിംഗ് തിരുനെല്ലി. 6:30 മണിയോടുകൂടി നമ്മളിവിടെ എത്തി. കണ്ടോ, ചുറ്റും കോടം മൂടി കിടക്കുന്ന സമയമാണ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഒരു പോസിറ്റീവ് ആംബിയൻസും പുറകെയുള്ള ബ്രഹ്മഗിരി മലനിരയൊന്നും കാണാൻ തന്നെ ഇല്ല കോട കാരണം. ഞാനിപ്പോൾ അത് കുറച്ചു നേരം വന്ന് കിടന്നുറങ്ങിയത്. പുറകിൽ ആ ഒരു തിരുനെല്ലി ക്ഷേത്രം കാണാം. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു സ്ഥലം വരെ പോവാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് തിരുനെല്ലി ക്ഷേത്രം. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പുറകിൽ കാണുന്നത് ബ്രഹ്മഗിരി മലനിരകളാട്ടോ. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ട്രക്കിംഗ് ഒക്കെ പോകാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ആ സൈറ്റിൻ്റെ ഒക്കെ ഞാൻ ഇവിടെ താഴെ എഴുതി കാണിക്കാം. ആ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അടിപൊളി ഒരു ട്രക്കിംഗ് റൂട്ടാണ്. ഒരു 4 മണിക്കൂർ എടുത്ത് ട്രക്ക് ചെയ്ത് കയറുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ദേവസ്വം ഗസ്റ്റ് ഹൗസ്. ഇവിടെ നമുക്ക് സിംഗിൾ റൂമിന് 200 രൂപ തൊട്ട് ചാർജ് ഉള്ളൂ കേട്ടോ. ഡബിൾ റൂമിന് 400 പെർ ഡേ. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾ തിരുനെല്ലി വരുമ്പോൾ റൂമൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ദേവസ്വത്തിൻ്റെ ഇവിടെ എടുക്കാം. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ ഫോൺ വിളിച്ച് പറയണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വീഡിയോയിൽ താഴെ എഴുതി വരും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നേരെ അപ്പുറത്ത് വിഷ്ണുപദം എന്ന് പറഞ്ഞ വേറൊരു റെസിഡൻസി ഉണ്ട്. നിങ്ങൾക്ക് അവിടെയും റൂംസ് ഓപ്റ്റ് ചെയ്യാം. കുറച്ചും കൂടിയും സൗകര്യങ്ങളൊക്കെ കൂടിയ കുറച്ചുകൂടി റേറ്റ് കൂടിയ റൂമുകളാണ് അവിടെ ഉണ്ടാവുക. പിന്നെ താഴെ ഒരു ഹോട്ടൽ ഉണ്ട് അവരുടെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ നിന്നാവാം. അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനുള്ള കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ആവർത്തന വിരസത വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാഞ്ഞത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിനെ കുറിച്ച് അറിയണം എന്നുള്ളവർക്ക് ആ ഒരു ലിങ്കിൽ പോയിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ദേവസ്വത്തിൻ്റെ ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, വളരെ അഫോർഡബിൾ ആണ്. 200 രൂപയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സിംഗിൾ റൂം കിട്ടും. 400 രൂപയ്ക്ക് ഡബിൾ റൂം. അതിൽ അഡീഷണൽ പേഴ്സൺ വരുമ്പോൾ പെർ പേഴ്സൺ എന്താ 30 രൂപ 60 രൂപ അങ്ങനെ എന്തൊരു ചെറിയ എമൗണ്ട് എക്സ്ട്രാ പേ ചെയ്താൽ മതി. എക്സ്ട്രാ ബെഡിന് 100 രൂപ. നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ പക്ഷെ നേരത്തെ കൂട്ടി നിങ്ങൾ വിളിച്ച് പറയണമെന്ന് മാത്രം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ കൂട്ടി വിളിച്ച് പറഞ്ഞാൽ അവിടെ ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചല്ലോ, ഇപ്പുറത്ത് വിഷ്ണുപദം എന്ന് പറഞ്ഞ ഒരു റെസിഡൻസി ഉണ്ട്. അവിടെ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും. അതിനനുസരിച്ച് ഇപ്പോൾ ഈ ഒരു ദേവസ്വം ബിൽഡിങ്ങിൽ നിങ്ങളൊരു എന്താ പറയുക ഓക്കെ സൗകര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ ഇത്രയും ഒരു അഫോർഡബിൾ റേറ്റിൽ റൂംസ് കൊടുക്കുന്ന കാരണം തന്നെ ധാരാളം ഭക്തർ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു റൂംസൊക്കെ ഒരു ഓക്കെ റൂംസാണ്. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. എങ്ങോട്ടാന്നല്ലേ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തുടർന്ന് കാണുക. അടിപൊളി കാഴ്ചകളും യാത്രകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.